വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പും ജനവിധിയുമോർത്ത് ഓരോ മുന്നണിയും ആശങ്ക തുടരുമ്പോഴും ഇടതുമുന്നണി വേറിട്ട ചർച്ചകളിൽ വ്യാപൃതരാണ്. ജനവിധി വരുമ്പോൾ മന്ത്രിസഭയിൽ എത്ര പേർ കാണുമെന്ന അങ്കലാപ്പിലാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം. വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി ലഭിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ ആശങ്ക. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്നും കോടതി പറയുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സജി ചെറിയാനെ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. പോലീസിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. സംഭവത്തിൽ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കും വിധത്തിലുള്ള നീക്കത്തിന് സാധ്യത മുന്നിൽ തെളിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. 2022 ജൂൺ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയത്. പിന്നാലെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നതോടെ മന്ത്രിയുടെ രാജിക്കായി സമ്മർദ്ദമേറി. വിഷയത്തിൽ ഗവർണറും ഇടപെട്ടിരുന്നു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിക്ക് രാജിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് നിയമവിദഗ്ധരടക്കം വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് CPM നേതൃത്വം സജി ചെറിയാനോട് അന്ന് രാജി ആവശ്യപ്പെട്ടത്. താൻ 8ാം ക്ലാസ് മുതൽ ഭരണഘടനയെ മാനിക്കുന്നുണ്ടെന്നും ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്നും സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞിരുന്നു. മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വിവാദമാക്കുകയായിരുന്നു എന്നും അതിലൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതിയായ ദുഃഖമുണ്ടെന്നും സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതുമാണ്. രാജി സ്വതന്ത്രമായ തീരുമാനമാണ് എന്നും ഭരണഘടനാ സംരക്ഷണം രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നും അന്ന് രാജിവെച്ചപ്പോൾ സജി ചെറിയാൻ സൂചിപ്പിച്ചിരുന്നതുമാണ്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണന്റെ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം. ഞാൻ ചോദിക്കട്ടെ, തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ. 1957 ഗവൺമെന്റ് അധികാരത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യം, തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കണം, തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കണം. കൂലി ചോദിക്കാൻ പറ്റില്ലായിരുന്നു. കൂലി ചോദിച്ചാൽ പോലീസുകാർ നടുചവിട്ടി പിടിക്കുമായിരുന്നു. എന്നാൽ താൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്ന ആദ്യത്തെ ആവർത്തനം തന്നെയാണ് ഇപ്പോഴും മന്ത്രി സജി ചെറിയാൻ തുടരുന്നത്. കോടതി അത് സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത്. പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. പുനരന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നും കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കക്ഷി ആയില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. പോലീസ് അന്വേഷിച്ചു, കീഴ്ക്കോടതി അതിന്മേൽ ശരിയായ തരത്തിൽ ആ റിപ്പോർട്ടിന് സാധൂകരിക്കുന്ന ഡിസിഷൻ എടുത്തു. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ഒരാൾ കൊടുത്തിട്ടുള്ളത്. കേസിൻ്റെ മറ്റ് ഉള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി പോയി, അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ്, ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിൻ്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്രത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയം ഇപ്പോൾ ഇല്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കുമല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ മന്ത്രിയായി തിരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ എൻ്റെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതുവരെ കോടതി വന്നിട്ടില്ല. ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി, അടുത്ത കോടതി പറഞ്ഞു തെറ്റ്. ഇനി അതിൻ്റെ മുകളിൽ കോടതിയുണ്ട്.
അപ്പോൾ നമുക്ക് നോക്കാം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. അല്ല, എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ നടത്തിയ പ്രസംഗത്തെ പറ്റി കൊടുത്ത പരാതിയിന്മേൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത് പോലീസാണ്. അവർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവർ കോടതി സബ്മിറ്റ് ചെയ്തു. കോടതി അതിന്മേലൊരു തീരുമാനം ആദ്യം എടുത്തു, അത് ശരിയാണ്. അതിനു മുകളിൽ ആ കോടതി എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത്, ഹൈക്കോടതി പോയി. ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കണം. നാളെ കോടതി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു. അന്വേഷിക്കട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച വന്നത്, അന്വേഷണത്തെക്കുറിച്ചാണല്ലോ ചർച്ച വന്നത്. എൻ്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഞാൻ കക്ഷിയാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. അത് കേൾക്കാത്തത് തെറ്റുമില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനൊക്കെ അധികാരമുണ്ട്. അപ്പോൾ എനിക്ക് തുടർന്ന് നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട്. നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിനുള്ള എല്ലാ അധികാരവും അവകാശവും എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ആ കാര്യം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി വക്കീലന്മാരോട്ട് ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും. ഞാൻ കുറ്റക്കാരനാണെന്നൊരു കോടതിയും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അതെ, ഇപ്പൊ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇപ്പൊ സിംഗിൾ ബെഞ്ചല്ലേ പറഞ്ഞത്, അത് പറയട്ടെ. ഇനിയിപ്പോ അപ്പീൽ കമ്മിറ്റി ഉണ്ടല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ നാട്ടിൽ. അപ്പൊ അത് എന്താണെന്നുള്ളത് പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ. ഇപ്പൊ ഇത് അന്തിമ വിധിയൊന്നും അല്ലല്ലോ, അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ശുടാ, അതിനെന്താ നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട കാര്യം? അത് നിങ്ങൾ വിഷമിക്കേണ്ട. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനുണ്ടെന്നിരിക്കെ സ്വാഭാവികമായും ഇത്തരമൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. വീണ്ടും സജി ചെറിയാന്റെ മന്ത്രി എന്ന ആശയത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയും യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് മുന്നിലുണ്ട്. മാത്രമല്ല, തൊണ്ടിമുതൽ കേസിലെ ആന്റണി രാജുവിന് ഇന്നലെ ലഭിച്ച തിരിച്ചടിയാണ് രണ്ടാമത്തെ ഘടകം. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു വർഷത്തിനകത്ത് തന്നെ അദ്ദേഹം വിചാരണ പൂർത്തിയാക്കണമെന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ സി.ടി. രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ചാണ് അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവിച്ചത്. തൊണ്ടിമുതൽ കേസിലെ പുനരന്വേഷണത്തിന് എതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കേസിലെ പ്രതികൾ അടുത്ത മാസം 20-നോ അല്ലെങ്കിൽ അടുത്ത കോടതി പ്രവർത്തി ദിനത്തിലോ ഹാജരാകണമെന്നും സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ആവശ്യമെങ്കിൽ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ പരിഗണനയിലിരുന്ന തൊണ്ടിമുതലിൽ കൃത്രിമത്വം നടത്തിയത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. തൊണ്ടിമുതലിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി പോലീസ് ആകാമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം. തിരുവനന്തപുരം JFMC 2-ൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടിമുതലായ അടിവസ്ത്രം അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും തൊണ്ടി ക്ലർക്കായ ജോസും ചേർന്ന് രൂപമാറ്റം വരുത്തിയെന്നായിരുന്നു കേസ്. ലഹരിമരുന്ന് കേസിൽ പ്രതിയായ വിദേശിയെ രക്ഷിച്ചെടുക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം നെടുമങ്ങാട് കോടതിയിൽ നിന്ന് മാറ്റിയെന്നാണ് കേസ്. ആന്റണി രാജു, ബെഞ്ച് ക്ലർക്ക് ജോസ് എന്നിവരെ പ്രതികളാക്കിക്കൊണ്ട് 1994-ലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ കനത്ത ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇരുവരുടെയും പേരിൽ വീണ്ടും ആരോപണങ്ങളും കോടതി വിധികളും തലപൊക്കുന്നത്. ഇതെല്ലാം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന വിശദീകരണങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ആന്റണി രാജുവും യഥാർത്ഥത്തിൽ ഇടതുപാളയത്തിൽ വലിയ പ്രതിസന്ധിയിലാണെന്നും ഒരുപക്ഷെ ആന്റണി രാജുവിനെതിരെയുള്ള ഈ പുനരന്വേഷണം അദ്ദേഹത്തിന്റെ രാജിയിൽ അവസാനിക്കുമെന്നുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പേരെയാണ് സഭയിൽ നിന്നും നഷ്ടമാകാൻ പോകുന്നത്. ഒന്ന്, മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു. രണ്ടാമത്തേത് ഇപ്പോഴത്തെ മന്ത്രിയായ സജി ചെറിയാൻ. എന്ന് തന്നെയാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷം കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ് എന്നതാണ്.